യുദ്ധവും സമാധാനവും എന്ന വിഖ്യാതമായ കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. 1972 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകദർപ്പണം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം NN പിള്ള. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? ഉത്തരം മിതവാദി. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജോർജ് വർഗീസ്. ഈ റീഡിംഗ് എന്നതിൽ ഈ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ഇലക്ട്രോണിക്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഉത്തരം വില്യം ബർട്ടൺ യേഴ്സ്. MT വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1958. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം MK മേനോൻ. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? ഉത്തരം വിശുദ്ധ ഖുർആൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം PC ഗോപാലൻ. ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. ഹരിപ്രസാദ് ചൗരസ്യ ഏത് സംഗീത ഉപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത്? ഉത്തരം ഓടക്കുഴൽ. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠം. വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ്? ഉത്തരം ശ്രീരാമൻ. കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കഥകളി. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം KR മീര. ചെമ്മീൻ എന്ന നോവലിനെ പശ്ചാത്തലമായ കടപ്പുറം? ഉത്തരം പുറക്കാട്. SR രംഗനാഥൻ എന്നാണ് ജനിച്ചത്? ഉത്തരം 1892 ഓഗസ്റ്റ് 12. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 12. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം പാർലമെന്റ് ലൈബ്രറി. ത്രിപുര സുന്ദരി കൊച്ചമ്മ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ധർമ്മരാജ. അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മാക്സിം ഗോർക്കി. പുറത്തി എന്ന കവിതയുടെ രചയിതാവ്? ഉത്തരം കടമ്മനിട്ട. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആരാണ്? ഉത്തരം KP കേശവമേനോൻ. സൂര്യൻ നമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ഇന്ദുലേഖ. രാത്രിമഴ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സുഗതകുമാരി. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ശാന്തി പ്രസാദ് ജെയിൻ. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2017. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി? ഉത്തരം PN പണിക്കർ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആരാണ്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഉത്തരം VV അയ്യപ്പൻ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം പാറമേക്കൽ തോമാ കത്തനാർ. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവലായ ഭാസ്കര മേനോൻ എഴുതിയത് ആരാണ്? ഉത്തരം അപ്പൻ തമ്പുരാൻ. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നേടിയ സാഹിത്യകാരൻ? ഉത്തരം MT വാസുദേവൻ നായർ.
ഏത് ദിവസമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച P.N. പണിക്കരുടെ ചരമദിനം ഏത് ദിനമായാണ് നാം ആചരിക്കുന്നത്? ഉത്തരം വായനാ ദിനം. P.N. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവയിൽ നാരായണ പണിക്കർ. P.N. പണിക്കരുടെ ചരമദിനം. ഉത്തരം 1995 ജൂൺ 19. P.N. പണിക്കരുടെ ജന്മദിനം. ഉത്തരം 1909 മാർച്ച് 1. P.N. പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? ഉത്തരം അച്ഛൻ ഗോവിന്ദപിള്ള, അമ്മ ജാനകിയമ്മ. കേരളത്തിൽ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 ജൂൺ 19 മുതൽ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം P.N. പണിക്കർ. 1926 P.N. പണിക്കർ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേര്? ഉത്തരം സനാതനധർമ്മം. കേരളത്തിലെ ആദ്യ വായനാശാലയാണ് സനാതനധർമ്മം. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽപ്പെട്ട് P.N. പണിക്കർ ഗ്രന്ഥശാല സംഘത്തിന്റെയും ആരും അല്ലാതായി തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം രൂപവൽക്കരിക്കുകയും അതിന്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു. ഏതാണ് ആ പ്രസ്ഥാനം? ഉത്തരം കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി അല്ലെങ്കിൽ കാൻഫെഡ്. 1972 ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പണിക്കരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ്. ഈ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നത് ആരുടെ വാക്കുകളായിരുന്നു? ഉത്തരം P.N. പണിക്കർ. P.N. പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ 2014 വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിന്റെ സ്മാരകമായി P.N. പണിക്കർ സ്മാരക ഗവൺമെന്റ് LP സ്കൂളായി പുനർനാമകരണം ചെയ്തു. പുനർനാമകരണം ചെയ്ത ആ സ്കൂൾ ഏതാണ്? ഉത്തരം അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ. P.N. പണിക്കരോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ വകുപ്പ് 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2004 ജൂൺ 19. സുകുമാർ അഴീക്കോട് P.N. പണിക്കരെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. ഷേക്സ്പിയറിന്റെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിച്ചു വരുന്നത്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്ന ഗണത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. ഏതാണ് ഈ നോവൽ? ഉത്തരം O. ചന്തുമേനോന്റെ ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ആനന്ദ്. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം? ഉത്തരം ചെറുതുരുത്തി, തൃശൂർ. ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ലോക പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രമായ മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വാൾട്ട് ഡിസ്നി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഭൂമിയുടെ അവകാശികൾ ആരുടെ കൃതിയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള ഭാഷയുടെ പിതാവ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം എഴുത്തച്ഛൻ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ആരാണ്? ഉത്തരം ഉള്ളൂർ S. പരമേശ്വരയ്യർ.
ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ഉള്ളൂർ. ചിത്രയുഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ.